എറണാകുളം മണ്ഡലത്തിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി ടി.ജെ. വിനോദാണ് എന്നോടൊപ്പം ചേരുന്നത്. ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, പ്രചാരണങ്ങളെല്ലാം അവസാന ഘട്ടത്തിലേക്ക് എത്തിയല്ലേ? പ്രചാരണം രണ്ട് ലാസ്റ്റ് ഉണ്ടാണ്. ഇന്ന് മുതൽ എൻ്റെ വാഹന പ്രചരണം ആരംഭിക്കുകയാണ്. ഇന്ന് 3 മണിക്ക് വടതലയിലാണ്. രാവിലെ ഉള്ള സമയത്ത് 4 ഡിവിഷനാണ് ഇവിടെയുള്ളത്. 4 ഡിവിഷനിലും ഓരോ മണിക്കൂർ ഇടവിട്ട് ഞങ്ങൾ വീടുകൾ കയറിക്കൊണ്ടിരിക്കും. മൂന്നാമത്തെ തവണയാണ് മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്നത്. സ്വാഭാവികമായും കഴിഞ്ഞ തവണത്തെ 2 തവണത്തെ ഉണ്ടായ വിജയം ഇത്തവണയും ആവർത്തിക്കുമെന്ന് തന്നെയല്ലേ പ്രതീക്ഷ? ഒരു സംശയം വേണ്ട. എറണാകുളം നിയോജകമണ്ഡലം കോൺഗ്രസിനെയും യു.ഡി.എഫിനെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രവർത്തകരുള്ള ഒരു പൊന്നാമരം കോട്ടയാണ്. കോൺഗ്രസ് അനുഭാവികളും കോൺഗ്രസിനെ വോട്ട് ചെയ്യുന്ന ജനവിഭാഗവും താമസിക്കുന്ന ഒരു നിയോജകമണ്ഡലം. അതുകൊണ്ട് വിജയത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരു സംശയവുമില്ല. ഇതിൻ്റെ എതിർ സ്ഥാനാർത്ഥി LDFിൻ്റെ സ്ഥാനാർത്ഥി സാബു ജോർജ്, നിങ്ങൾ കോളേജിൽ ഒന്നിച്ച് പഠിച്ചവരാണ്. അതിനുശേഷം ഒരു തവണ നേർക്കുനേർ പോരാട്ടത്തിന് ഇറങ്ങിയിട്ടുമുണ്ട്. വീണ്ടും അതേ സ്ഥാനാർത്ഥി തന്നെ എതിരായിട്ട് വരുമ്പോൾ ആ ഒരു അനുഭവം കൂടി എങ്ങനെയാണ്? അല്ല, തീർച്ചയായും അതൊന്നും നമ്മളൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ പുള്ളി അവിടെ കോളേജിലുണ്ടായിരുന്നു. ഞാൻ ചെയർമാനും പുള്ളി കോളേജുടെയും ഭാരവാഹിയായിരുന്നു. പിന്നീട് ഞങ്ങൾ കോർപ്പറേഷനിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2010 ഞങ്ങൾ ഒരുമിച്ച് മത്സരിച്ചു. അന്ന് ഞാൻ ജയിച്ചു. ആ വിജയം ഈ വർഷം ആവർത്തിക്കും. എറണാകുളം ജില്ലയിലെ ബാക്കി മണ്ഡലങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ 14 മണ്ഡലങ്ങളിലും കോൺഗ്രസിന് നല്ല മേൽക്കൈയുള്ള മണ്ഡലങ്ങളാണെങ്കിൽ പോലും കഴിഞ്ഞ തവണയൊക്കെ അല്പം കൈവിട്ടു പോയ അവസ്ഥയാണ്. ഇതെല്ലാം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷയുണ്ടോ? അല്ല, കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു തരംഗമുണ്ടായപ്പോഴും 9 സീറ്റ് UDF നിലനിർത്തിയുണ്ടായി. ഇത്തവണ നമുക്കറിയാം, കേരളത്തിൽ UDFന് അനുകൂലമായ ഒരു രാഷ്ട്രീയ തരംഗം കേരളത്തിൽ നിൽക്കുക. കാരണം കഴിഞ്ഞ 10 വർഷമായി ഭരിക്കുന്ന ഈ ഗവൺമെൻറ് മാറണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് 14 സീറ്റും ഈ ജില്ലയിൽ ജയിക്കും. ഈ തെരഞ്ഞെടുപ്പ്, ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ വലിയ തർക്കങ്ങളുണ്ടായിരുന്നു, ചില പിണക്കങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇതെല്ലാം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഫലം വരുമ്പോൾ അത് പ്രതികൂലമായി ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. കോൺഗ്രസ് എന്ന് പറയുന്നത് ജനാധിപത്യ പാർട്ടിയാണ്. അഭിപ്രായങ്ങളുണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അവരെല്ലാം ഒരുമിച്ച് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന സാഹചര്യമാണ്. നമ്മളെക്കാൾ എത്രയോ ഭിന്ന സ്വരങ്ങളാണ് CPMൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന. ഓരോ ദിവസവും എത്ര സ്ഥാനാർത്ഥികളാണ് അവർ കോൺഗ്രസിൻ്റെ പിന്തുണയോടെ, UDFിൻ്റെ പിന്തുണയോടെ, CPMൻ്റെ കറതീർന്ന ആളുകൾ മത്സരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് അതിലൊന്നും ഒരു ബേജാറുമില്ല. ഞങ്ങളെല്ലാം വളരെ സംതൃപ്തിയോടെ മുന്നോട്ട് പോകുന്നു. ഇനിയിപ്പോൾ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു മന്ത്രിസ്ഥാനം പ്രതീക്ഷിക്കാമോ? അല്ല, ഇതെല്ലാം പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. ഞാൻ എങ്ങനെ മന്ത്രിസ്ഥാനം പ്രതീക്ഷിക്കുന്ന ഞാൻ പറയണത് എങ്ങനെ? ഇതൊക്കെ കോൺഗ്രസ് എന്ന് പറയുന്നൊരു വലിയ പ്രസ്ഥാനമാണ്. അതിൽ കോൺഗ്രസിൻ്റെ KPC നേതൃത്വമുണ്ട്, ഹൈക്കമാൻഡുണ്ട്. അവരാണ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. അതിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമൊന്നും നമുക്കില്ല. എന്തായാലും ടി.ജെ. വിനോദാണ് പ്രതികരിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ തിരക്കിലാണ് അദ്ദേഹം. വീടുകൾ കയറി പ്രവർത്തകരെ, വോട്ടർമാരെ അഭിസംബോധന ചെയ്ത് വോട്ട് നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ്. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. എറണാകുളം ജില്ലയിലെ ഇത് 3ാമത്തെ തവണയാണ് അദ്ദേഹം പ്രതിനിധീകരിച്ച് എത്തുന്നത്. എന്തായാലും ഇത്തവണയും വിജയം പ്രതീക്ഷയോട് കൂടി തന്നെയാണ് അദ്ദേഹം കാത്തിരിക്കുന്നത്. ക്യാമറാമാൻ മനോജിനോടൊപ്പം നവമി ദിനേശ്, News 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.